അപ്പോൾ ഗേൾസ് ഷേന് നഴ്സറിയിൽ നിന്ന് സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി. അപ്പോൾ ഇതേ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് ഷേ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇവിടെ ഇത്രയും നാൾ പഠിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി. നഴ്സറി മൊത്തം വെള്ളമാണ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഷേൻ്റെ നഴ്സറിയിലെ പരിപാടിക്ക് പോകാനായിട്ട് റെഡിയായി. നല്ല മഴയാണ്, പരിപാടിക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്നും കൂടെ ഉള്ളൂ ഷേൻ നഴ്സറിന് സ്കൂളിലേക്കാണ് പോകുന്നത്. അതായത് കേട്ടോ, ഭയങ്കര മഴ. ഷേൻ്റെ ടീച്ചറിന് ഞാൻ സാരി എടുത്തു. രണ്ട് ടീച്ചർമാർക്കും സാരി എടുത്തു. അപ്പം ഞാൻ നഴ്സറിലോട്ട് നടക്കുകയാണ്. നഴ്സറിയിലെ വഴിയാണ്, നിറച്ചും വെള്ളമാണ്. ഇവിടെ നഴ്സറി നിറച്ചും വെള്ളമായിട്ട് കിടക്കുകയാണ്. അതിന് പ്രത്യേകിച്ച് ആളുകളൊന്നുമില്ല. ഫസ്റ്റ് ഞാനൊരു വീഡിയോ എടുത്തു. അവിടെ എന്നോട് പറഞ്ഞായിരുന്നു വീഡിയോ കൂടുതൽ എടുക്കരുത് എന്ന് പറഞ്ഞായിരുന്നു. ഭയങ്കര ഷെയിമാണ് കേട്ടോ വീഡിയോസ് ഇടുന്നത്. പക്ഷേ എൻ്റെ മുഖത്ത് കണ്ടോ സ്റ്റിക്കറൊക്കെ വെച്ച് ഒട്ടിച്ചിരിക്കുവാണ്. അങ്ങനെ കുറേ കോപ്രായങ്ങളൊക്കെ ഷെയറവിടെ കാണിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഗൈസ്. ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലാസ്സെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടായില്ല. കുട്ടികളെല്ലാവരും ഭയങ്കര ഷെയിമാണ്. ഷെയ്യാനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ വീട്ടിലോട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നു. അങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലായിരുന്നു. അവിടെ എൻ്റെ യൂട്യൂബിലെ വീഡിയോസ് കണ്ട് ടീച്ചറൊക്കെ പറയുന്നുണ്ടായിരുന്നു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യരുത് എന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. ഈ മോൻ പഠിക്കാൻ പോകുന്നത് മണ്ണഞ്ചേരി സ്കൂളിലാണ്. എന്താ പറയുക, ഇതുപോലെ കോപ്പറേറ്റീവായിട്ടുള്ള നല്ല ടീച്ചേഴ്സിന് കിട്ടട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു. പിന്നെ വേറെ വിശേഷങ്ങൾ, ഇപ്പോഴത്തെ നമ്മുടെ വിശേഷം ഇതാണ്. പിന്നെ ഇങ്ങനെയൊക്കെ പോകുന്നു. ഷെയ്യാൻ്റെ ടീച്ചറിനും അവിടെ നിൽക്കുന്ന രണ്ട് ടീച്ചർമാർക്കും ഞാൻ സാരി എടുത്തു കൊടുത്തു. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്താ പറയുക, നമ്മുടെ കുട്ടികളെ ഇത്രയും നാൾ നോക്കുകയും ഒക്കെ ചെയ്യുന്ന എന്താ പറയുക, അപ്പം നല്ലൊരു മനസ്സുള്ളതുകൊണ്ടാണ് അവർക്കത് സാധിക്കുന്നത്. കൊച്ചു കുട്ടികളെ നോക്കാൻ പറ്റുകയും അതുപോലെ എന്താ പറയുക, അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നത് നല്ലൊരു മനസ്സുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ എൻ്റെ മോൻ്റെ ടീച്ചറുടെ കാര്യം പറയാനാണെങ്കിൽ നല്ല ഫ്രണ്ട്ലിയാണ് ടീച്ചർ. നല്ല എന്തൊരു കാര്യം ഉണ്ടെങ്കിലും നമ്മൾ സപ്പോർട്ടായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഇന്ന സ്ഥലത്ത് പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കൊച്ചിനെ വിടുന്ന സമയം ഒരു 3:30 അപ്പോൾ 4 മണി വരെയൊക്കെ മോനെ നമ്മൾ പോയി വരുന്നവരെയൊക്കെ നോക്കി നിന്നിട്ടുണ്ട്. പിന്നെ വീട്ടിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് നമ്മളധികം ലേറ്റായി കഴിഞ്ഞാൽ. അതുപോലുള്ള അവസരത്തിൽ വെളിയിലോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ കൊച്ചിനെ നോക്കി നിന്നിട്ടുണ്ട്. അപ്പം ഭയങ്കരമായിട്ടും മനസ്സുള്ളൊരു ടീച്ചറാണ്. അപ്പോൾ പെട്ടെന്ന് മഴയൊക്കെ ആയിട്ടായിരുന്നു ഞാൻ ഇതിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. 2 പ്രാവശ്യം ഇങ്ങനെ മീറ്റിംഗ് പോലെ വെച്ചായിരുന്നു. അപ്പോൾ ഫസ്റ്റിൽ എനിക്ക് പറ്റിയില്ല എനിക്കതിൽ പങ്കെടുക്കാനായിട്ട്. ഫസ്റ്റ് ദിവസം എനിക്ക് ആലപ്പുഴയിലൊരു പരിപാടി ഉണ്ടായിരുന്നു, അതിനപ്പോൾ അങ്ങോട്ട് പോയി. പിന്നെ ഇവിടെ വന്നപ്പോൾ ഇന്ന് നല്ല മഴയായിരുന്നു. അപ്പോൾ എനിക്ക് കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ ഒരു എന്താ പറയുക, മഴയൊക്കെ ആയതുകൊണ്ട് എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഞാൻ സാരി മേടിച്ച് കൊടുത്തു ടീച്ചറിന്. അപ്പോൾ എന്താ പറയുക, അതുപോലെയുള്ള ടീച്ചറിനെ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ലക്കാണ്. കാര്യം അതുപോലെയാണ് എൻ്റെ മോനെ നോക്കുന്നത്. എല്ലാ കുട്ടികളോടും നല്ല സ്നേഹമാണ്, നമ്മളോട് നല്ല കെയറാണ്. നമ്മുടെ പ്രോബ്ലംസ്, നമ്മുടെ എന്തൊരു കാര്യത്തിൻ്റെ നമ്മളോട് കൂടെ നിൽക്കുന്ന ടീച്ചറാണ്. വിദ്യ എന്നാണ് ടീച്ചറുടെ പേര്. അപ്പം ഇന്നേ വരെ മോന് ഞാൻ നഴ്സറി ചേർത്തിട്ട് ഇത്രയും കോപ്പറേറ്റീവായിട്ടുള്ള ഒരു ടീച്ചറിനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പം എല്ലാവരും നല്ല സ്മൈലും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ അടുത്ത്. പക്ഷെ എന്താ പറയുക, നമ്മുടെ പ്രോബ്ലംസ്, നമ്മുടെ ഒരു കാര്യങ്ങളും ആരും ഏതാവും തിരക്കി അങ്ങനെയൊന്നും ചെയ്യാതെ ആണ് കൂടുതലും ഞാൻ കണ്ടുവന്നിട്ടുള്ള ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ വിദ്യ ടീച്ചറിനെ എനിക്ക് എല്ലാ ടീച്ചർമാരുടെയിലും എന്താ പറയുക, ഈ ഒരു ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു.
ക്യാരക്ടർ. അപ്പോൾ നമുക്ക് ഇനി എന്തൊരു പ്രോഗ്രാം ആണെങ്കിലും അവിടെ വരാനും അവിടെ ചെന്ന് ഹെൽപ്പ് ചെയ്യാനും ഒക്കെ നമുക്ക് തോന്നും. കാരണം അത്രയും നല്ലൊരു കോപ്പറേറ്റീവ് ആയിട്ടുള്ള ടീച്ചറാണ്. അപ്പം എന്താ പറയുക, ടീച്ചറിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടമാണ് ടീച്ചറിനെ. ഇപ്പോൾ ഗൈസ് ടാറ്റാ ബൈ ബൈ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.